അപ്പോൾ നമ്മൾ ചിലപ്പം നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് തീർന്ന് നമ്മൾ അറിയത്തില്ല, ഒരു ആക്സിഡന്റ് പറ്റി, ഒരാൾക്ക് പരിക്ക് പറ്റി, അല്ലെങ്കിൽ ഒരാൾ മരിച്ചുപോയി. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ആർക്ക് പരിക്ക് പറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഡാമേജ് വരുത്തിയോ ആ ഡാമേജ് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത് ഓണറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. യഥാർത്ഥത്തിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനാണെന്നറിയാം? ഓണർക്കുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റി അത് ഇൻഷുറൻസ് കമ്പനിയുടെ പുറത്തോട്ട് പോകുന്നു. ഇപ്പൊ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആ ലയബിലിറ്റി നമ്മുടെ പുറത്തേക്കുന്നു, നമ്മൾ കൊടുക്കണം. എൻ്റെ വീട്ടിൽ നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട്. ഈ പട്ടി ഇങ്ങനെ നല്ലവണ്ണം പൂട്ടിയിട്ടാണ് വളർത്തുന്നത്. ഒരു ദിവസം എന്ത് പറ്റി? ഞാൻ ഗേറ്റ് നല്ലവണ്ണം പൂട്ടാനായിട്ട് പറ്റിയില്ല, പട്ടി പുറത്തു പോയി 4 പേരെ കടിച്ചു. അപ്പൊ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, അവരുടെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അതിന്റെ ചെലവ് ആരും നോക്കേണ്ടി വരും? പട്ടീരിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. ആരുടെ നിന്ന് വാങ്ങാൻ പറ്റൂ? പട്ടിയുടെ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നേ വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. എനിക്കൊരു വാഹനമുണ്ട്, ആ വാഹനം നിരത്തിലിറങ്ങി ഈ പറയുന്ന പോലെ എൻ്റെ അശ്രദ്ധ മൂലം ഒരു അപകടം സംഭവിച്ചു. ആ വിക്ടിമിനെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടണം. യഥാർത്ഥത്തിൽ ആരാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്? ഓണറാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്, ഉടമസ്ഥൻ. ഉടമസ്ഥന്റെ സാമ്പത്തികമായിട്ട് വരുന്ന ആ ഒരു ലയബിലിറ്റിയാണ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി ഇല്ലേ, ഞാൻ കൊടുക്കേണ്ടി വരും. ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വണ്ടി എടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപകടം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പുറത്തു പോകരുത്. അപകടം നമ്മൾ ആരും പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. ഈ പരിക്ക് പറ്റുന്ന ആർക്കും എന്തല്ല, എനിക്ക് പരിക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നവരല്ല, അപകടം വന്നു പോകുന്നതാണ്.